സക്കേവൂസിന്റെ കഥ നമ്മളെല്ലാം പലതവണ കേട്ടിട്ടുള്ള ഒന്നാണ്. എങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവും സക്കേവൂസും കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ അത് എങ്ങനെയായിരുന്നേനെ? ഇത് ലിവർമോർ നഗരം, ഒരു പറ്റം തിരക്കേറിയ നസ്രാണി ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും പട്ടണം. ഇവിടെ കാണുന്നത് യേശുവിൻ്റെ അരുമ ശിഷ്യന്മാർ സൈമൺ പീറ്റർ അഥവാ പത്രോസ്, മത്തായി, പിന്നെ സെബദിയുടെ മകൻ സാക്ഷാൽ യോഹന്നാൻ. ഇത് ലിവർമോർ നഗരത്തിലെ നിവാസികൾ. വലിയ തിരക്കുള്ള ഒരു പറ്റം നിവാസികളാകട്ടോ. ഇത് കോട്ടയം സക്കായി, അല്ലെങ്കിൽ ബ്ലേഡ് സക്കായി. കണ്ടാൽ കൊള്ളനെങ്കിലും എന്റെ മോനെ ഇത് രംഗേട്ടനാ. ഇത് പിന്നെ പറയേണ്ടതില്ലല്ലോ, ഇദ്ദേഹം കാരണമാണല്ലോ നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പഴയ കാലത്ത് സക്കായി യേശുവിനെ കാണാൻ മരത്തിൽ കയറി. എന്നാൽ ഇന്ന് സിറ്റികളിൽ മരങ്ങൾ കുറഞ്ഞു. ഉണ്ടെങ്കിലും മരത്തിന്റെ മുകളിലേക്ക് കയറുന്നത് ഒരു പഴയ ഫാഷൻ അല്ലേ? പിന്നെ സക്കായി എന്ത് ചെയ്തേനെ? യേശു ഇന്നിവിടെ വരുമെന്തോ അല്ലേ? യെസ്, ഇപ്പോഴെത്തും. വരുന്ന വഴിയാണ്. പത്രോസേ, എന്നാ പറ്റി? നിന്റെ സ്റ്റാറ്റസ് ഷോസ് ഹാർട്ട് ബ്രോക്കൺ. യേശു ഇന്നലെ പറഞ്ഞത് എനിക്ക് ശരിക്കും കൊണ്ടു. ഞാൻ അങ്ങേരെ തള്ളിപ്പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്? അത് പോട്ടെ, സാരമില്ല. യേശു എന്താ ഉദ്ദേശിച്ചതെന്ന് അങ്ങർക്ക് മാത്രമേ അറിയൂ. എനിക്ക് ഇന്നലെ യേശു പറഞ്ഞതൊന്നും മനസ്സിലായത് കൂടിയില്ല. ഈ ഒട്ടകവും സൂചിയൊക്കെ ആയി എന്താ ബന്ധം? അതാ പറഞ്ഞേ, ഈ സ്റ്റഡി ക്ലാസ്സിലിരുന്ന് ഉറങ്ങരുതെന്ന്. നീ ഇത് കണ്ടോ? ഞാൻ ഇന്നലെ ഇട്ട സ്റ്റോറിക്ക് 1 മില്യൺ വ്യൂസ്. അത് നീ ജോണിന്റെ കയ്യിൽ നിന്ന് കോപ്പി അടിച്ച് കുറച്ച് എക്സ്ട്രാ മസാല കയറ്റിയതല്ലേ? ബൈ ദ വേ, നാളെ പോകാൻ ഊബർ ബുക്ക് ചെയ്തോ? യെസ്, ബുക്ക് ചെയ്തു. കർത്താവിന് കഴുതപ്പുറത്ത് പോയാൽ മതി പോലും. ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് രാവിലെ യേശു വെള്ളം വൈനാക്കിയെന്ന് കേട്ടല്ലോ. പിന്നെ ആരുടെയൊക്കെയോ അസുഖവും ശരിയാക്കി. സ്കോച്ച് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. നിന്റെ പൈൽസിന്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയാലോ? എന്നിട്ട് വേണം നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നടക്കാൻ. പിന്നെ അവരെ അതൊരു ഇൻസ്റ്റാ സ്റ്റോറി ആക്കിയിടും, യേശു പൈൽസ് രോഗിയെ സുഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇതൊന്നും വേണ്ടേ? ഡേയ്, ഉണ്ടാപ്പി വരുന്നു. സക്കായി, നിനക്കൊരു സ്റ്റെപ്പ് ലാഡർ വേണോ? ഈ തിരക്കിനിടയിൽ നിനക്ക് യേശുവിനെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എടാ മോനെ, നീയൊക്കെ ചിരിച്ചോ? ഞാൻ നിന്റെയൊക്കെ ബാങ്ക് ബാലൻസ് നോക്കി ചിരിച്ചോളാം. എൻ്റെ റോബിൻഹുഡ് ബാലൻസ് കാണണോ നിനക്ക്? അല്ലേ വേണ്ട. എൻ്റെ അക്കൗണ്ടിലുള്ള ബിറ്റ് കോയിൻ്റെ കണക്ക് കേട്ടാൽ നീയൊക്കെ ഞെട്ടും. ഹാപ്പി അല്ലേ? ഓ പിന്നെ, കോയിനൊക്കെ കുറേ നമ്മുടെ കയ്യിലും ഉണ്ട്. അതെ അതെ, ഡോജ് കോയിൻ ആയിരിക്കും അല്ലേ അമ്പാനെ? അല്ലേ തന്നെ ആട്ടും കാട്ടവും പോർക്കും പേരിയും തിരിച്ചറിയാത്ത നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ മോനെ, എൻ്റെ ഒരു മാസത്തെ ചിലവ് നിൻ്റെയൊക്കെ ഒരു വർഷത്തെ ശമ്പളത്തിലും കൂടുതലാണ്. എൻ്റെ പൂഡിലിൻ്റെ ഹെയർ കട്ടിന് മാത്രം ഒരു $1000 വേണം. പിന്നെ എൻ്റെ ഷെഫ്, ഡ്രൈവർ, ക്ലീനേഴ്സ്, ഇതൊന്നും പറയേണ്ടതില്ലല്ലോ. ടു മച്ച്. ഞാൻ പിന്നെ റിച്ച് ആണല്ലോ. എൻ്റെ ഒരു മാസത്തെ ചിലവ് ഒരു $50,000 വരുമായിരിക്കും. ചില മാസങ്ങളിൽ അത് ഒരു $100,000 വരെ ആയെന്നിരിക്കാം. അത് ഏത് മാസമാണ്? സക്കായി ധനികനായിരുന്നു. പക്ഷേ എല്ലാവർക്കും അവനെ വെറുപ്പായിരുന്നു. കാരണം അവൻ ഒരു കൊള്ളപ്പലിശക്കാരനായിരുന്നു. കൂട്ടുകാർക്കും സ്വന്തക്കാർക്ക് പോലും കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരു മനസാക്ഷിയില്ലാത്ത ബ്ലേഡുകാരൻ. എങ്കിലും യേശുവിനെ കാണാനായി മാലാഖമാർ അവനെ അവിടെ എത്തിച്ചു. ദൈവത്തിന് മഹത്വം.
യേശു എത്തി, യേശു എത്തി. സക്കായി, ഈ ലാഡറിന്റെ മുകളിൽ കയറി ഇരുന്ന് നീ എന്തെടുക്കുവാ? താഴേക്ക് ഇറങ്ങി വാ. എന്താ, യേശുവിന് എൻ്റെ പേരറിയാമോ? അറിയാം, എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നിന്റെ ഇന്ന് വരെയുള്ള ചാറ്റ് ഹിസ്റ്ററിയും സെർച്ച് ഹിസ്റ്ററിയും എല്ലാം എനിക്കറിയാം സക്കായി. എയർബിഎൻബി ഒന്നും ശരിയായില്ല. ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ് താമസിക്കുക. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഡിന്നർ വേണം. നമ്മുടെ യേശുവിന് സ്വന്തമായിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ സ്മോൾ സ്കെയിലിൽ ഉണ്ടാക്കാൻ അളവറിയില്ല. മിനിമം കണക്ക് 5000 ഒന്ന് പോടാ പത്രോസേ. പിന്നെ നല്ല വൈഫൈ കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ? നാളെ മലയിൽ വെച്ച് ഒരു ലൈവ് സ്ട്രീം ഉണ്ട്. അതിനൊരു പ്രസന്റേഷൻ ഉണ്ടാക്കണം. ചാറ്റ് GPT ഒക്കെ ഉണ്ടെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ എൻ്റെ അത്രയ്ക്ക് വരില്ല. എന്ത്? യേശു സക്കായുടെ വീട്ടിൽ പോകുന്നെന്നോ? ആ കള്ള ബ്ലേഡുകാരന്റെ വീട്ടിലോട്ടോ? ഇങ്ങേരൊരു സംഭവം തന്നെ. ഇതിനാണ് പറയുന്നത് ഒഴുക്കിനെതിരെ നീന്തുകാന്ന്. ശരിക്കും പാപികളുടെ രക്ഷകൻ. ഞാൻ ഹാപ്പിയായി. നീയും ഹാപ്പി അല്ലേ മോനെ? എങ്കിൽ പിന്നെ നമുക്ക് ആഘോഷമായിട്ട് എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോകാം. അമ്പാനെ, വണ്ടിയെട്. സക്കായിയുടെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ സ്നേഹത്തോടെ അവനോട് സംസാരിക്കുന്നത്. ആ നിമിഷം ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങളിലേക്കുള്ള ചെറിയ ചുവടുവെപ്പായിരുന്നെന്ന് അവൻ മനസ്സിലാക്കി. അയാൾ സന്തോഷത്താൽ ഉന്മത്തനായി. ഇതൊരു ആഘോഷത്തിൻ്റെ രാവ്. हुसन तेरा तौबा 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 तौबा, हुसन तेरा तौबा 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 तौबा, हुसन तेरा तौबा 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 तौबा, हुसन तेरा तौबा 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 तौबा। ले लिया कुड़ी ने दिल साडा, हाले थोड़ा साफ जहा नहीं लगदा इरादा। गुत्त बाड़ी लंबी नहीं रखी है मुट्टे यार ने, है दिखदा परांदा नहीं हो देखदा पराडा। फिगर तो लगदी लटीनो, एक बारी दस दो जी इन्ने क्यों शकीनो। कल ही तू इटली तो आई मर जानी, ते परस तू पेरिस तो मंगाया वैलेंटिनो। हाँ तेनू क्यों ना दिखा, तेरे तो की सिखा, तेरे ते की लिखा। हुसन तेरा तौबा 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 तौबा, हुसन तेरा तौबा 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 तौबा, हुसन तेरा तौबा 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 तौबा, हुसन तेरा तौबा 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 तौबा। पुदीना देगा नाका नागिना देगा, चिकनी चमेली देखी चिकना कमीना देगा। चांदनी ची डर होके चीट किया तो सारे तारे बोले गिली गिली अक्खा। मेरी बात तेरी बात ज्यादा बातें बुरी बात, थाली में कटोरा लेकर आलू भात मूड़ी भात। मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का। खड़ा है कम वक्त छोड़ना जाने ना। बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना माने ना। बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना माने ना। ये जो हाल है सवाल है कमाल है जाने ना जाने ना।
प्लीज दिल मानना സക്കായിയുടെ വീട്ടിൽ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. എടി, നീ ചാച്ചൻ വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ? യേശുദേവൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നെന്ന്. നീ പോയി റൂംബെങ്കിലും ഒന്ന് ഓണാക്കി വിട്, അതങ്ങ് അടിച്ചു വാരട്ടെ. അല്ല, നീ എങ്ങോട്ടാ ഈ ഭരണിയും കൊണ്ട് ഓടുന്നത്? ഭരണിക്കകത്ത് നല്ല വെള്ളം കോരി വെക്കാം, എന്നിട്ട് യേശു വരുമ്പോൾ കുറച്ച് വൈൻ ഉണ്ടാക്കി തരാൻ പറയാം. എടി ഒരുമ്പട്ടവളെ, അതിനിത് നിന്റെ വാറ്റുകാരനൊന്നും അല്ല, കർത്താവായി യേശു ദേവനാ, സാക്ഷാൽ ദൈവപുത്രൻ. അല്ല ആരോട് പറയാൻ. കേറി പോടി അകത്ത്. അതെ, ഞാനിവിടെ സക്കയുടെ വീട്ടിൽ വന്നാണ്. സ്കൂളിൽ നിന്ന് പിന്നെ അവര് വിളിച്ചു. അവിടെ ക്ലാസ്സിൽ കിടന്ന് ഏതോ കടലാസ് കിട്ടി പോലും. അപ്പോ അതോ കമ്മീഷൻ റിപ്പോർട്ടൊന്നുമില്ല. അവരൊരു മെയിൽ അയച്ചു. താങ്ക് യു ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. ഇറ്റ് വാസ് ഗുഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ബാ ബാ ബാ. പ്രതീക്ഷ പോലെ ഒരു ഗുണവുമില്ല. ഓക്കെ ഓക്കെ, പോകാം. ഞാനിപ്പോ പോയി അതൊക്കെ പെറുക്കി കളയണം, അത്രയല്ലേ ഉള്ളൂ. അത് ടോജോ അല്ലേ? അതേ കർത്താവേ, നമ്മുടെ കൈക്കാരനാ. പുള്ളി എപ്പോഴും ഭയങ്കര ബിസിയാ. പിന്നെ പള്ളിക്ക് വേണ്ടി ഇങ്ങനെ ഓടി ഓടി നടന്നോളും. ചാച്ചാ, ഡിന്നറിനുള്ള പിസ്സ വന്നോ? അമ്പാനെ, വാതിൽ തുറക്ക്. Hey yo, Skibidi Pizza Delivery! Got that curries off fresh out of the oven, let's go! Wait, hold up. Is that Jesus? Ain't no way, bro. The Riz of Heaven himself just vibing here? My guy, this pizza's on me. No cap, no bill, no tip. Just holy vibes. Yo, just tag me on Insta, okay? എന്താ സക്കൈ, നീ ആകെ വിഷമത്തിലാണല്ലോ. ഡിന്നറിനുള്ള പീസ തികയുമോ എന്നോർത്താണോ? നിനക്ക് അഞ്ചപ്പത്തിന്റെ കാര്യം ഓർമ്മയില്ലേ? യേശുവേ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ ദ്രോഹിയും സ്വാർത്ഥനുമാ. അമിത പലിശ ഈടാക്കുന്നവന്. എങ്ങനെയും കാശുണ്ടാക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രം ആയിരുന്നു എനിക്ക്. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് മനസ്താപമുണ്ട്. ഇന്നു മുതൽ എൻ്റെ പാതി സമ്പത്ത് ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും. വഞ്ചിച്ചവർക്ക് 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കും. സക്കായി, നിന്നിൽ നന്മയുണ്ട്. നിനക്ക് നിന്റെ തെറ്റുകൾ മനസ്സിലായല്ലോ. നല്ല കാര്യം. മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചുമല്ല സമ്പത്തുണ്ടാക്കേണ്ടത്. നല്ല വഴികൾ തിരഞ്ഞെടുക്കുക. ഇന്ന് രക്ഷ നിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോ എന്റെ പണം തിരികെ കിട്ടുമോ? ഇട്ട് മോനെ, നീ ഇത് പിടിക്ക്, പലിശ സഹിതം. നല്ല സ്റ്റോക്കിലും വല്ലതും ഇൻവെസ്റ്റ് ചെയ്യണേ. അല്ലാതെ വെറുതെ വല്ല സഹകരണ ബാങ്കിലൊന്നും കൊണ്ടിടല്ലേ. ഞാൻ ഹാപ്പിയാണ്, നീ ഹാപ്പിയല്ലേ? അതാണ്. അവൻ രോഗികളെ സുഖപ്പെടുത്തി, കണ്ണീരിനെ ചിരിയാക്കി, ഇരുട്ടിനെ വെളിച്ചമാക്കി. അവൻ നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ചു, തകർന്ന ഹൃദയങ്ങളെ ഉയർത്തി. യേശു ഭൂമിയിൽ വന്നത് ഭയം നീക്കി സന്തോഷം നൽകുവാനും ജീവൻ നിറഞ്ഞ ഹൃദയം നൽകുവാനുമാണ്. അവൻ്റെ സ്നേഹം നമ്മിൽ സന്തോഷം നിറയ്ക്കുന്നു. शक्ल से जितना नेक है तू, कसम से उतना फेक है तू. पड़ गया क्यों गले तुम छल्ले की तरह. हर चिपक के सल्लो टेप जैसा लगा हुआ है, चेप जैसा ना किसी काम का ठल्ले की तरह. बस ढूंढ रहा है मौका, खुल के मारेगा चौका. बाई चांस किसी लड़की का जहां झुमका गिरा रे. What
What झुमका? തിരിച്ചു വന്നല്ലേ, തിരികെ വിട്ടാൻ വന്നല്ലേ, തിരുത്തി വയ്ക്കാൻ വന്നല്ലേ, തിട്ടം ഉണ്ടല്ലേ. ചേട്ടൻ വന്നല്ലേ, ചേട്ട ചെയ്യാ വന്നല്ലേ, പേട്ട തുള്ളാൻ വന്നല്ലേ, വേട്ടയനല്ലേ. താക്കോലേ, താക്കോലേ, ഓടിവാ. ഇവിടെ സക്കായി എല്ലാവർക്കും പൈസ കൊടുക്കുന്നു. ഈ ജെയിംസ് എവിടെ പോയി കിടക്കും? അല്ല സക്കായി, മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കുവാണോ? കുറച്ച് നമ്മുടെ പള്ളിക്കൊക്കെ മാറ്റി വെക്ക്. നമുക്കൊരു പള്ളിയൊക്കെ വാങ്ങിക്കണ്ടേ? ഡോൺ വെറി ടോജോ, നമ്മൾ പുതിയ പള്ളി വാങ്ങും. ആ പള്ളിക്ക് എന്താ വക ഒരു സ്വർണ്ണ കുരിശ് ഞാൻ തരും. എന്താ പോരെ? എന്റെ മോനെ, നീ ഹാപ്പി അല്ലേ ടോജോ? എല്ലാരും ഹാപ്പി അല്ലേ? ഞാൻ വന്നത് പൂർണ്ണന്മാർക്കായി അല്ല, നഷ്ടപ്പെട്ടവർക്കായാണ്. നഷ്ടപ്പെട്ട കുഞ്ഞാടുകൾക്ക് വേണ്ടിയുള്ള എന്റെ യാത്ര തുടരുന്നു.